സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് കുഞ്ഞിപ്പള്ളി നമ്മുടെ മാഹി ബൈപ്പാസ് തുടങ്ങുന്നെടുത്ത കേട്ടോ. അങ്ങോട്ട് ഏതായാലും പോകുന്നില്ല. നമ്മുടെ വടകര റീച്ച് വാഗടിൻ്റെ വർക്കിൻ്റെ കാഴ്ചകളാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കുഞ്ഞിപ്പള്ളീൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. വർക്ക് എവിടെ എത്തി എന്നുള്ളത്. വടകര റീച്ചിൻ്റെ വർക്ക് അങ്ങോട്ട് ഫിനിഷായാൽ തന്നെ സംഭവം ഉഷാറാകുള്ളൂ കേട്ടോ. അപ്പം വടകര റീച്ച് എന്തൊക്കെയാണ് വർക്ക് എന്നുള്ളത് നമുക്ക് കാണാം. അത് ഓരോ എപ്പിസോഡിലായിട്ട് അങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇവിടുത്തെ വർക്കിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ മാഹി ബൈപ്പാസ് ഇങ്ങനെ അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് ഏകദേശം ഒരു ഈ ഭാഗം കുറേ ആയിട്ടോ ടാറിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ മാഹി ബൈപ്പാസ് കഴിഞ്ഞ പാടത്തന്നെ ഇവർ ടാറിങ്ങൊക്കെ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അവർ നമ്മുടെ സൈഡ് വാളിൻ്റെ പ്ലെയിൻ ബ്ലോക്ക് മൊത്തം അവിടെ കൊണ്ടുവച്ചാട്ടോ. സംഭവം അത് ഇവിടുന്ന് എടുത്ത് മാറ്റുന്നതോടുകൂടി ഇവിടെ ഓപ്പൺ ആട്ടോ. അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്, അതിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞ് അവിടെ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ ഏരിയ ഇവർ കഴിയുന്നതനുസരിച്ച് അങ്ങനെ തുറന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇവിടെ കൂടിയൊക്കെ ഒന്ന് ഉഷാറായത് നമ്മുടെ കോഴിക്കോട് ഏരിയ അടിപൊളിയായില്ലേ. കുഞ്ഞിപ്പള്ളി ഈ ഭാഗത്ത് നല്ലൊരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ. വീതിയിൽ അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട്. അത് നമ്മുടെ ഈ കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പോണ റോഡ് അവിടെ എന്തായാലും അണ്ടർപാസ് നിർബന്ധമാണ്. പിന്നെ കുഞ്ഞിപ്പള്ളി ടൗൺ ഏരിയയിൽ ഒരു അണ്ടർപാസ് അതും നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഉപകാരമുള്ള ഒരു അണ്ടർപാസ്സാണ്. ഏരിയ പ്ലെയിൻ ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ ഏരിയ കേട്ടോ. സർവീസ് റോഡ് നല്ല ഫൈനൽ ടാറിങ്ങൊക്കെ നടക്കാനുണ്ട്. ഇവിടുത്തെ ടാറിങ്ങൊക്കെ ഡ്രെയിനേജിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞിപ്പള്ളി ഏരിയ എന്ന് വരുന്ന റോഡ് കണ്ടോ. അവിടെ ഫുള്ള് രണ്ട് ഭാഗവും ടാറിങ്ങൊക്കെ കഴിഞ്ഞു. ഡിവൈഡർ അവർ വൈറ്റ് കളർ അടിച്ചു. ഇനി ബ്ലാക്ക് കളർ അടിച്ചാൽ അതും ഒക്കെ. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് മുക്കാളി ടോൾ ഗേറ്റിൻ്റെ അടുത്തേക്കാട്ടോ നമ്മൾ വീഡിയോയുമായിട്ട് ക്യാമറയുമായിട്ട് ചെല്ലുന്നത്. നമ്മുടെ കോഴിക്കോട് ഏരിയയിൽ രണ്ട് ടോൾ ഗേറ്റാണ് വരുന്നത്. ഒന്ന് നമ്മുടെ പന്തീരങ്കാവും, അതുപോലെ ഒന്ന് നമ്മുടെ മുക്കാളിയിലും. ഏകദേശം പന്തീരങ്കാവ് ഇങ്ങോട്ട് 60 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. 60 കിലോമീറ്റർ വിട്ടിട്ടാട്ടോ ഓരോ ടോൾ ഗേറ്റുകളും തമ്മിലുള്ള അകലം. അപ്പോൾ എല്ലാം കൂടി ഒരു 10 ടോൾ ഗേറ്റാണ് നമ്മുടെ NH66 മുകളിൽ ഇങ്ങനെ വരുന്നത്. ഏതായാലും ഇലക്ഷനൊക്കെ അടുത്തിട്ടുണ്ട് കേട്ടോ. റോഡ് വർക്കും ഇലക്ഷനും തമ്മിലൊക്കെ ബന്ധമുണ്ടാവില്ലേ? ബന്ധമുണ്ടാവട്ടെ. ഇവിടെയൊക്കെ ഈ ഭാഗത്ത് ടോൾ ഗേറ്റിൻ്റെ ഏരിയയിൽ പിന്നെ സാധാരണഗതിയിൽ എല്ലാ സ്ഥലത്തും കാണുന്ന കാഴ്ചയുള്ള നമ്മുടെ റോഡ് കോൺക്രീറ്റ് ആണ് കേട്ടോ ചെയ്യുന്നത്. ആ റോഡ് കോൺക്രീറ്റൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ കൂടുതലും ബ്രേക്ക് അടിച്ചുകൊണ്ടും പിന്നെ സ്റ്റാർട്ടാവുന്ന സമയത്ത് വണ്ടി എടുക്കുന്ന സമയത്തും കൂടുതൽ അങ്ങനെയുള്ള ഏരിയ അല്ലേ. അതുകൊണ്ട് തന്നെ റോഡ് പൊളിയാതിരിക്കാനൊക്കെ ആയിട്ട് കോൺക്രീറ്റ് ആണ് ടോൾ ഗേറ്റിൻ്റെ അവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭാഗത്തും. നമുക്ക് ടോൾ ഗേറ്റിൻ്റെ വർക്ക് അവിടെ പോയിട്ട് എത്രത്തോളമായി നോക്കാം. ടോൾ ഗേറ്റിൻ്റെ വർക്ക് ഇവിടെ കാര്യമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോൺക്രീറ്റും ട്രാക്കുകളൊക്കെ അവർ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ടോൾ ഗേറ്റിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് ആർക്കിട്ടുണ്ട് അല്ലേ. ഓരോ ടോൾ ഗേറ്റും പല ക്വാളിറ്റിയിലാട്ടോ. ഇപ്പം നമ്മുടെ മലപ്പുറത്തുള്ള വെട്ടിച്ചിറ ടോൾ ഗേറ്റിൻ്റെ സ്റ്റൈലും പന്തീരങ്കാവ് ടോൾ ഗേറ്റിൻ്റെ സ്റ്റൈലും അത് വേറെ തന്നെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്റ്റൈൽ നമുക്ക് കാണാട്ടോ. ഏതായാലും ലുക്കായിരിക്കും. ചെറിയൊരു ചെരിവുള്ള ഒരു ഇതായതുകൊണ്ട് കുറച്ചൊരു ബെൻഡുണ്ട് റോഡ്. അതുകൊണ്ട് ഈ ഭാഗം ഇങ്ങനെ കുറച്ചൊന്ന് ചെരിഞ്ഞു കൊണ്ടിട്ടാട്ടോ വരുന്നത്. ഇപ്പം മലപ്പുറം സ്റ്റൈല് അങ്ങനെ തന്നെയാണ്, ചെരിഞ്ഞിട്ടാണ്. നമ്മുടെ പന്തീരങ്കാവ് അങ്ങനെയൊക്കെ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ലെവല്. ഈ വാഹനങ്ങൾക്ക് ഇത്രയും കറക്റ്റ് വീതി കുറച്ചിട്ട് എന്തിനാണ് അവർ ഇതുണ്ടാക്കുന്നത്? ഞാനതാ ചിന്തിക്കുന്നത്. ഒരു തിരിയും കൂടി 2 അടിയും കൂടി വീതി കൂട്ടിക്കൂടെ? എന്തായാലും അപാര ഡ്രൈവർമാരനായിരിക്കണം. ഒന്നിങ്ങോട്ടോ പാളിയാൽ മതി, പിന്നെ ഒക്കെ തവിട് പൊടിയാവും, പപ്പ് പറഞ്ഞ പോലെ. അങ്ങനെ ഈ ഭാഗത്തെ വർക്കുകളും ഉഷാറായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഈ വീഡിയോ ഇതിൻ്റെ മുമ്പ് ആരോ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. ടോളിൻ്റെ വർക്കുകളൊക്കെ അവർ പെട്ടെന്ന് തീർക്കുന്നുണ്ടല്ലോ. അതാണ് കാര്യമായിട്ട് വേണ്ടത് അല്ലേ. അതവരെന്തായാലും റോഡ് ഫുള്ള് ഫിനിഷ് ആകുന്നതിന് മുമ്പ് തന്നെ ടോൾ വർക്ക് അവർ ഫിനിഷ് ചെയ്യും.
ഇപ്പോൾ ഏകദേശം നമ്മുടെ വാഗണിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഒരു 60% ഒക്കെ ആയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 60% വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി 40% വർക്ക് 60% വർക്ക് തീരാൻ എത്ര കൊല്ലമായി? 4 കൊല്ലം 3 കൊല്ലം. അപ്പോൾ ഇനി 40% 2 കൊല്ലം കൂടി അല്ലേ? പക്ഷേ 2 കൊല്ലമൊന്നും വേണ്ട കേട്ടോ. ഇനി എൻ്റെ അഭിപ്രായത്തിൽ ഒരു 6 മാസത്തിനുള്ളിൽ ഇത് മൊത്തത്തിലൊരു കളർ ചേഞ്ച് ആവും, മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ടാവും എൻ്റെ മനസ്സ് പറയുന്നു. വർക്കൊക്കെ എല്ലാ ഭാഗത്തും ജോലിക്കാരും ഒക്കെ അവരൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് വർക്കിൽ. അത് നമുക്ക് ഓരോ ഭാഗത്തുള്ള കാഴ്ചകൾ കാണുമ്പം തോന്നിട്ടോ. എന്തായാലും മഴക്കാലത്തിന് മുമ്പ് എന്തായാലും ഉണ്ടാവില്ല, മഴക്കാലമാണ് വിഷയം. ഈ ഒരു മഴക്കാലം കൂടി നമ്മുടെ ഈ റീച്ചിലുള്ള ഏരിയയിലുള്ള ആളുകൾ, ഇതിലെ പോകുന്ന വാഹനങ്ങൾ സഹിക്കേണ്ടി വരും. അടുത്ത മഴക്കാലത്തേക്ക് സംഭവം ഓക്കെ ആവുന്നതായിരിക്കും. മഴക്കാലം എന്ന് പറഞ്ഞാലേ മെയ് ജൂൺ അടുത്ത 2 മാസത്തിനുള്ളിൽ, 2 മാസം വേണ്ട, മഴ ഏകദേശമായി. ചിലപ്പോൾ മഴ പെട്ടെന്ന് തുടങ്ങാനും സാധ്യതയുണ്ട്. ഇപ്പം ഒരു മഴ മൂടിക്കെട്ടിയൊരു കാലാവസ്ഥയാണ് ഇപ്പം വരുന്നത്. ഇവിടെയൊക്കെ ഓരോ സെൻസർ കാര്യങ്ങളും പല പല സാധനങ്ങളും നമ്മുടെ ഇതിൻ്റെ അടിയിലൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ബായി മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. സെൻസർ ഫിറ്റിങ്ങുകളൊക്കെയാണ്. ഇതാണ് ഇതിൻ്റെ മുകളിലെ ഇൻഡസ്ട്രിയൽ വർക്ക് കേട്ടോ. വലിയൊരു ക്വാളിറ്റിയിലുള്ള ടോളെല്ലാം തോന്നുന്നു. പന്നിരങ്കാവ് പോലുള്ള കോഴിക്കോട് അത്ര വലിയൊരു ഇതുള്ളൊരു ടോൾ ഗേറ്റ് എല്ലാം എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കി താമസ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ബിൽഡിംഗ് ആണ് യൂസ് ചെയ്യുക. അത് ചെറിയ തോതിലുള്ളതാവാനാണ് സാധ്യത. ആരെ കൈമേലും പ്ലാനിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നിലേക്ക് വിട്ടുകൂടിയിട്ടോ. ഇവിടെ ഇപ്പം നേരം ടാറിങ് കഴിഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. അവിടുന്ന് ടോളിൻ്റെ തൊട്ടപ്പുറത്തേക്കായിട്ട് റബ്ബറൈസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടാറിങ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കാണുമ്പോൾ നല്ല ഫിനിഷാണ്, അല്ലാത്ത ഫിനിഷാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ഈ NH66 ടാറിങ് നല്ല ക്വാളിറ്റി ഉള്ള ടാറിങ് ആണ്. ഇത്രയും പല ഏരിയകളിലും കുറേ മുമ്പേ ചെയ്ത ടാറിങ് വരേണ്ടി. പിന്നെ വണ്ടിൻ്റെ ബ്രേക്കൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പൊളിഞ്ഞല്ലാതെ മറ്റുള്ള ഗതിയിൽ എവിടെയെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞതായിട്ട് കാണില്ല കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടാറിങ് ഏതായാലും നല്ല ക്വാളിറ്റി ഉള്ള ടാറിങ്ങാണ് ഇവിടെ ചെയ്യുന്നത്. കോഴിക്കോട് തന്നെ 2 കൊല്ലത്തോളമായിട്ട് ടാറിങ് ചെയ്ത ഏരിയകളൊക്കെ ഉണ്ട്. അവിടെ ഒന്നും സാധാരണ നമ്മുടെ ചെറിയ റോഡുകൾ ചെയ്യുന്ന പോലെ ഒരു കുണ്ട് പോലെ പൊളിഞ്ഞു വരുന്ന കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അടിപൊളി, അങ്ങനെ തന്നെ കാലാകാലം നിൽക്കട്ടെ. എന്തായാലും ഇവർക്ക് 15 കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട്. ആ 15 കൊല്ലം എന്ത് സംഭവിച്ചാലും ഇവരത് റീവർക്ക് ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് തന്നെ അതൊക്കെ അവർ സെറ്റായി ചെയ്യുന്നുണ്ടാവില്ലേ. ചോമ്പാല ഭാഗത്തെ അണ്ടർപാസ് അത് നല്ല വീതിയിലൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ഒരു 4 മീറ്റർ ഹൈറ്റും ഉണ്ട്. അത് മതി. ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിയാണ്ട് കേട്ടോ. സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിയാണ്ട് ഈ ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് ഉഷാറാക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് മഴക്കാലാകുമ്പോഴത്തേന് അതെങ്കിലും ഉഷാറാക്കിയിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾക്ക് ഉഷാറായിട്ട് പോകാമല്ലേ. അടിപൊളി. അപ്പം നമ്മൾ ചോമ്പാൽ കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ സൈഡ് വാൾ ഷോർട്ട് ക്ലീറ്റ് വർക്കൊക്കെ ചെയ്ത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ ഒരു ഏരിയ കേട്ടോ. ആ ഭാഗമൊക്കെ ഇപ്പോഴും ഷോർട്ട് ക്ലീറ്റിൻ്റെ വർക്കൊക്കെ തന്നെ താന്ന് കിടക്കുന്നുണ്ട്. അതൊക്കെ അവർ ഇനി ഇതുപോലെ ഈ ഭാഗം അതുപോലെ താന്നതാട്ടോ. ഇനി അവർ ഇവിടെ സൈഡ് വാൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഉഷാറാക്കിയിട്ടുണ്ട്. ഇനി ആ ഭാഗം അതുപോലെ കോൺക്രീറ്റ് ചെയ്യാണ്ട്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഭാഗം ഇവർ തുറന്നു കൊടുക്കണം അല്ലേ. ഈ ഭാഗം തുറന്നു കൊടുത്താൽ ആ ഭാഗത്തെ വർക്ക് എടുക്കാം. ഏകദേശം ഇവിടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡ്രെയിനേജിൻ്റെ വർക്ക് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ CTSP മിക്സിംഗ് ഒക്കെ ഇട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ടാറിങ്. അതിൻ്റെ ഇടയിൽ ഇവിടെ എന്തൊരു പില്ലർ വരുന്നത്. പില്ലർ നെയിം ബോർഡിനുള്ള അതൊക്കെ ഇവർ ആദ്യം തന്നെ ചെയ്തു വെക്കുകയാണ് അല്ലേ. ഓക്കെ, അത് അടിപൊളി. നെയിം ബോർഡിനോ അങ്ങനെ എന്തിനോ ആയിരിക്കും. പിന്നെ കുത്തിപ്പൊളിച്ച് വീണ്ടും നമ്മുടെ ക്യാംസിൻ്റെ വർക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ പിന്നെ കുത്തിപ്പൊളിച്ച് വീണ്ടും ചെയ്തത് അത് ഇവിടെ ആദ്യം അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ണൂക്കര ഭാഗത്തുള്ള അണ്ടർപാസ്.
ഇപ്പം ഞാൻ മൂന്നാമത്തെ അണ്ടർപാസ് കാണിക്കുന്നത് 3 ഒരേ അണ്ടർപാസ് ആട്ടോ. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ റെഡി ആവാണ്ട്, അണ്ടർപാസിൻ്റെ അടിയിലുള്ള വർക്കുകളൊക്കെ റെഡി ആവാണ്ട്, ഇവിടെ സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഏകദേശം അതിൻ്റെ പ്ലെയിൻ ബ്ലോക്കിൻ്റെ ഹൈറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലൊരു പീസും കൂടി വെക്കാണ്ട്, ഒരു 3/4 പീസ് കറക്റ്റായിട്ട് ഇനി മണ്ണിട്ട് പൊക്കി റെഡിയാക്കാനുള്ളതാട്ടോ. ഇവിടെ കേട്ടോ ഇതിൻ്റെ കണ്ണൂക്കര അണ്ടർപാസിൻ്റെ മുകളിലായിട്ടാണ് കുറച്ച് വർക്കുകളൊക്കെ നടക്കാനുള്ളത്. ഇവിടെ നമ്മുടെ സർവീസ് റോഡിൻ്റെ സൈഡ് വാളുകളൊക്കെ പൊക്കി അവിടെ മണ്ണിട്ട് പൊക്കാനുള്ള ജോലികളൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഭാഗത്ത് ഏകദേശം ഞാൻ പറയില്ലേ ഹൈറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മണ്ണ് ഏകദേശം ആ ഭാഗം വരെ പൊന്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഭാഗം കുറച്ചുകൂടി പൊങ്ങി റെഡിയാക്കാനുണ്ട്. പ്ലെയിൻ ബ്ലോക്ക് ഏകദേശം ഹൈറ്റ് റെഡിയാണ്. ഇനി മണ്ണിട്ട് റെഡിയാക്കി കഴിഞ്ഞാലൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് മണ്ണിട്ട് റെഡിയാക്കാമല്ലോ കേട്ടോ. ഇവിടെ പ്ലെയിൻ ബ്ലോക്ക് നമ്മളെ ക്രെയിന് മാറ്റി വെക്കുന്നുണ്ട് ആഴ്ച. ഫുള്ളല്ല കേട്ടോ, അതൊരു 3/4 പീസാണ്. അത് ഇതിൻ്റെ ഇടയിൽ കൊണ്ട് വെക്കാനുള്ളതായിരിക്കും. ഇനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് വർക്ക് ആ ഒരു ഏരിയ മൊത്തം സൈഡ് വാളൊക്കെ വെച്ച് റോഡിൻ്റെ സ്ട്രക്ചർ ആവാണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു ഭാഗം ടാറി കഴിഞ്ഞിട്ടുണ്ടോ. ഈ ഭാഗത്ത് നമ്മുടെ പഴയ റോഡ് പോയ ഒരു ഏരിയ കേട്ടോ. അവിടെ ടാറിങ്ങുകളൊക്കെ ഇനി ചെയ്യാണ്ട്. ഇവിടെ ഹൈറ്റൊക്കെ ഏകദേശം പാകമാണ്. കുറച്ചുകൂടിയൊക്കെ ഒന്ന് പൊക്കാണ്ട് അവിടെയൊക്കെ ഈ ഏരിയയിലൊക്കെ. ഇതിൻ്റെ ഈ ടാറിങ്ങിൻ്റെ മുകളിൽ മണ്ണ് വരാനുള്ള. ഇത് നമ്മുടെ പഴയ റോഡാണ്. അതവർ താഴത്ത് ഭാഗത്ത് കൂടിയുള്ള ആ ഒരു മണ്ണൊക്കെ മാറ്റിയിട്ട് അവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിച്ച് ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞിപ്പള്ളി മുതൽ കണ്ണൂക്കര വരെയുള്ള വാഗഡ് വർക്കിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവർ ചെയ്താൽ ഇട്ടാ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.